സിദ്ധാർത്ഥന്റെ രാഷ്ട്രീയ ജീവിതം അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തനായ വ്യക്തിയായി അവൻ മാറി. പക്ഷെ പുറം ലോകം അവനെ കണ്ട് ഭയക്കുമ്പോഴും ആരാധിക്കുമ്പോഴും തൻ്റെ തറവാട്ടിലെ ആ അടച്ചിട്ട മുറിക്കു മുന്നിൽ അവൻ വെറുമൊരു നിസ്സഹായനായ മനുഷ്യനായിരുന്നു. മായയുടെ ഗർഭകാലം സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്യയായിരുന്നു. രാത്രികളിൽ അവളുടെ മുറിക്ക് പുറത്തെ ബാൽക്കണിയിൽ അവൻ ഉറക്കമില്ലാതെയിരുന്നു. അകത്തവളുടെ ഓരോ അനക്കവും ശ്വാസഗതിയും അവൻ കാതോർത്തു. അവൾക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവൻ നേരിട്ട് പോയി വാങ്ങിക്കൊണ്ടുവരും. അലമാരി നിറയെ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും അവൻ വാരിക്കൂട്ടി. പക്ഷെ അവളോടത് നേരിട്ട് കാണിക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവൻ നൽകുന്ന ആഹാരം അവൾ കഴിക്കും, പക്ഷെ അതൊരു ഔദാര്യം പോലെ അവന് തോന്നിയുള്ളൂ. അവൾ അവനെ നോക്കുമ്പോൾ ഇപ്പോഴും ആ കണ്ണുകളിൽ ഒരു തരം മരവിപ്പായിരുന്നു. ആ മരവിപ്പിനേക്കാൾ ഭേദം അവളുടെ വെറുപ്പായിരുന്നു എന്ന് അവൻ പലപ്പോഴും ചിന്തിച്ചു. ഒരു ദിവസം രാത്രി മഴ കനത്ത് പെയ്യുകയായിരുന്നു. സിദ്ധാർത്ഥൻ ഹാളിലെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കെയാണ് മായയുടെ മുറിയിൽ നിന്നൊരു നേർത്ത വിങ്ങൽ കേട്ടത്. അവൻ ഓടിച്ചെന്ന് വാതിലിൽ തട്ടി. മായ, എന്താ? എന്തെങ്കിലും പറ്റിയോ? മറുപടിയില്ല. വിങ്ങൽ ഉച്ചത്തിലായി. സിദ്ധാർത്ഥൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. മായ കട്ടിലിൽ പുതപ്പ് മുറുക്കി പിടിച്ച് വേദന കൊണ്ട് പുളയുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. പ്രസവ വേദന തുടങ്ങിയിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. പേടിക്കണ്ട മായ, ഞാൻ കൂടെയുണ്ട്. അവൻ അവളുടെ തോളിൽ കൈവച്ച്. ഇത്തവണ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചില്ല. വേദനയുടെ ആ കാഠിന്യത്തിൽ അവൾ അറിയാതെ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. ആ പിടിയിൽ അവളുടെ നഖങ്ങൾ അവൻ്റെ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങി. സിദ്ധാർത്ഥൻ ആ വേദന സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. അവൻ അവളെ വാരിയെടുത്ത് താഴേക്കോടി. വണ്ടിയിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മഴയുടെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിൽ അവളുടെ തേങ്ങലുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി. എന്നെ രക്ഷിക്കൂ സാർ, എനിക്ക് വയ്യ. അവൾ വേദന കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലയടിച്ചു. ഒന്നും സംഭവിക്കില്ല മായ, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീ ധൈര്യമായിരിക്കും. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ രാത്രിയിലെ പരുക്കൻ ഭർത്താവല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവളുടെ വേദനയിൽ ഒരുങ്ങുന്ന ഒരു കാമുകനായിരുന്നു അവൻ. ആശുപത്രിയിലെ പ്രസവമുറിക്ക് മുന്നിൽ സിദ്ധാർത്ഥൻ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പോലും കുലുങ്ങാത്ത സിദ്ധാർത്ഥൻ ഇന്നൊരു കൊച്ചുകുട്ടിയെപ്പോലെ വിറയ്ക്കുകയായിരുന്നു. ഓരോ തവണയും അകത്തു നിന്നുള്ള അവളുടെ നിലവിളി കേൾക്കുമ്പോൾ അവൻ മതിലിൽ ഇടിച്ച് തൻ്റെ സങ്കടം തീർത്തു. ഷാജി അരികിൽ വന്ന് അവനെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ ആരെയും ഗൗനിച്ചില്ല. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ പുലർച്ചെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. സിദ്ധാർത്ഥൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഡോക്ടർ പുറത്തു വന്ന് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അഭിനന്ദനങ്ങൾ സാർ, മനോഹരമായൊരു പെൺകുഞ്ഞ്. അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ്. സിദ്ധാർത്ഥൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകി. അവൻ പതുക്കെ അകത്തേക്ക് കയറി. മായ തളർന്നുറങ്ങുകയായിരുന്നു. അവളുടെ അരികിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞു ജീവൻ. സിദ്ധാർത്ഥൻ വിറയ്ക്കുന്ന കൈകളോടെ ആ കുഞ്ഞിനെ എടുത്തു. തൻ്റെ ഉള്ളിലെ എല്ലാ അധികാര ഗർവുകളും ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അലിഞ്ഞുപോയി. മായയുടെ അതേ ഛായ. തൻ്റെയും മായയുടെ ഉടലുകൾ ചേർന്നപ്പോൾ ഉണ്ടായ ആ രാത്രിയുടെ പാപമല്ല, മറിച്ച് പവിത്രമായ ഒരു ജീവനാണ് തൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു. അല്പസമയത്തിന് ശേഷം മായ പതുക്കെ കണ്ണുകൾ തുറന്നു. സിദ്ധാർത്ഥൻ കുഞ്ഞിനെ അവളുടെ അരികിൽ കടത്തി. നമ്മുടെ മകളാണ് മായ, നീ നോക്ക്, അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. മായ കുഞ്ഞിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് പ്രകാശം വിടർന്നു. അവൾ പതുക്കെ കുഞ്ഞിൻ്റെ വിരലുകളിൽ തൊട്ടു. അവളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ആ നിമിഷം മാഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. അവൾ പതുക്കെ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലെ ആർദ്രതയും കുറ്റബോധവും അവൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. നമുക്കിവളെ നീല എന്ന് വിളിക്കാം, സിദ്ധാർത്ഥൻ മന്ത്രിച്ചു. മായ മറുപടി പറഞ്ഞില്ല. പക്ഷേ അവൾ സിദ്ധാർത്ഥൻ്റെ കൈകളിൽ പതുക്കെ ഒന്ന് തൊട്ടു. മാസങ്ങൾക്ക് ശേഷം അവൾ നൽകിയ ഒരു സ്പർശനം സിദ്ധാർത്ഥന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. അവൾ ഇപ്പോഴും തന്നെ പൂർണ്ണമായി സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് അവനും അറിയാമായിരുന്നു. എങ്കിലും ആ കുഞ്ഞിലൂടെ തങ്ങൾക്കിടയിലെ മഞ്ഞുരുകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി. തറവാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആഘോഷങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥൻ മായയ്ക്കും കുഞ്ഞിനും വേണ്ട ഏകാന്തത ഉറപ്പുവരുത്തി. അവൻ അധികാരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും കുറച്ചു ദിവസം അവധിയെടുത്തു. അവൻ കുഞ്ഞിൻ്റെ തുണികൾ അലക്കി, അവളെ കുളിപ്പിച്ചു, മായയ്ക്ക് വേണ്ടുന്ന മരുന്നുകൾ നൽകി. ഒരു പരിചാരകനെ പോലെ അവൻ അവൾക്ക് ചുറ്റും നിന്നു. മായ അവനെ നിരീക്ഷിക്കുകയായിരുന്നു.
അധികാരത്തിൻ്റെ ചെങ്കോലെന്തുന്ന ഈ മനുഷ്യൻ തൻ്റെ കുഞ്ഞിനു വേണ്ടി മുട്ടുകുത്തി നിൽക്കുന്നത് കാണുമ്പോൾ അവളുടെ ഉള്ളിലെ വെറുപ്പിൻ്റെ കല്ലുകൾ പതുക്കെ അലിഞ്ഞു തുടങ്ങി. എങ്കിലും ആ പഴയ രാത്രിയുടെ നിഴലുകൾ ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവൾ അവനോട് മിണ്ടിത്തുടങ്ങി. പക്ഷെ അത് കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി. സാർ, നില ഉറങ്ങി. സാറ് പോയി വിശ്രമിക്കൂ, അവൾ പതുക്കെ പറഞ്ഞു. നീ എന്നെ സാർ എന്ന് വിളിക്കരുത് മായ. ഞാൻ നിന്റെ ഭർത്താവാണ്. അല്ല, നിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്ന വെറും ഒരു മനുഷ്യൻ. എന്നെ പേര് വിളിച്ചൂടെ? മായ പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ പഴയ ആ വേദനയുടെ മിന്നലാട്ടമുണ്ടായിരുന്നു. പേര് വിളിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ സാറിപ്പോൾ ഒരു നല്ല അച്ഛനാണ്, അത് ഞാൻ കാണുന്നുണ്ട്. സിദ്ധാർത്ഥൻ തൃപ്തനായി. ഒരു പെണ്ണിൻ്റെ മനസ്സിലെ വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ യുദ്ധങ്ങളെക്കാൾ വലിയ ക്ഷമ വേണമെന്ന് അവൻ പഠിച്ചു. നിലയുടെ വളർച്ചയ്ക്കൊപ്പം തങ്ങളുടെ ബന്ധവും വളരുമെന്ന് അവൻ സ്വപ്നം കണ്ടു. മായയുടെ അകൽച്ച ഇപ്പോഴുമുണ്ട്. പക്ഷെ അത് മൗനമല്ല, മറിച്ച് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിവിൻ്റെ പടുപ്പായിരുന്നു. അന്ന് രാത്രി നിലയെ തൊട്ടിലാട്ടി ഉറക്കുമ്പോൾ സിദ്ധാർത്ഥൻ മായയെ നോക്കി. അവൾ അരികിലെ കസേരയിലിരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്നു. അവൻ പതുക്കെ അവളുടെ തോളിൽ ഒരു പുതപ്പിട്ടു കൊടുത്തു. അവൾ കണ്ണുകൾ തുറന്നില്ലെങ്കിലും അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. സിദ്ധാർത്ഥൻ്റെ ആ വലിയ തറവാട് പുറമേ നിന്ന് നോക്കുന്നവർക്കൊരു കൊട്ടാരം പോലെയാണ്. പക്ഷേ ചുവരുകൾക്കുള്ളിൽ മായ അനുഭവിച്ചിരുന്നത് ശ്വാസം മുട്ടിക്കുന്ന ഏകാന്തതയായിരുന്നു. നിലയുടെ ജനനത്തിന് ശേഷം അവൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചുവെങ്കിലും ആ വീട്ടിലെ മറ്റംഗങ്ങളുടെ മനോഭാവം അവളെ വീണ്ടും തളർത്തി. രാജേശ്വരിയും രമ്യയും മായയെ ആ വീട്ടിലെ ഒരംഗമായി ഒരിക്കലും കണ്ടില്ല. സിദ്ധാർത്ഥൻ്റെ ഭയം കാരണം അവർ പുറമേ മിണ്ടിയില്ലെങ്കിലും അവരുടെ ഓരോ നോട്ടത്തിലും വാക്കുകളിലും വിഷം കലർന്നിരുന്നു. നില എന്ന കുഞ്ഞു മാലാഖയെ അവർ അശുദ്ധമായ രാത്രിയുടെ ബാക്കിപത്രം എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു ദിവസം ഉച്ചയ്ക്ക് സിദ്ധാർത്ഥൻ ഓഫീസിൽ പോയ സമയം നില തൊട്ടിലിൽ കിടന്ന് നിർത്താതെ കരയുകയായിരുന്നു. മായ അടുക്കളയിൽ അമ്മയ്ക്ക് വേണ്ടി എന്തോ പാചകം ചെയ്യുകയായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവൾ ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച അവളെ തകർത്ത് കളഞ്ഞു. ഹാളിലെ ചാരുകസേരയിലിരുന്ന് TV കാണുകയായിരുന്നു രാജേശ്വരി. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന തൊട്ടിലിൽ കിടന്ന് ആ കുഞ്ഞ് ശ്വാസം കിട്ടാതെ കരഞ്ഞിട്ടും അവർ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. രമ്യ ഫോണിൽ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് അപ്പുറത്തെ കസേരയിലുണ്ട്. അമ്മേ, കുഞ്ഞിത്ര ഉറക്ക കരഞ്ഞിട്ട് നിങ്ങളാരും ഒന്ന് നോക്കിയില്ലല്ലോ? മായ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. രമ്യ ഫോൺ മാറ്റിവെച്ച് പരിഹാസത്തോടെ അവളെ നോക്കി. അതിന് നിന്റെ കുഞ്ഞിനെ തൊടാൻ ഞങ്ങൾക്കെന്തോ ഭ്രാന്താണെന്നാണോ നീ വിചാരിച്ചത്? ഏതോ ഒരു തെണ്ടിയുടെ മോൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയം കളയാൻ പറ്റില്ല. അവൾ ഈ വീടിൻ്റെ രക്തമാണ് രമ്യയെ. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ വീടിൻ്റെ രക്തമോ? രാജേശ്വരി TV അണച്ചുകൊണ്ട് എഴുന്നേറ്റു. ശേഖരൻ്റെ ഗുണ്ടകൾക്കൊപ്പം കിടന്ന നിന്റെ വയറ്റിൽ ഉണ്ടായ ഈ കുഞ്ഞിനെ ഞങ്ങളുടെ രക്തമെന്ന് വിളിക്കരുത്. സിദ്ധാർത്ഥൻ്റെ ബുദ്ധി മോശമായതുകൊണ്ട് മാത്രം നീയും ഈ ശവന്തിനിയും ഇവിടെ കഴിയുന്നു. അല്ലാതെ നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് കരുതണ്ട. അവരുടെ വാക്കുകൾ മായയുടെ ചാരത്ത് വീണ കനൽ പോലെയായിരുന്നു. അവൾ നിലയെടുത്ത് നെഞ്ചോട് ചേർത്തു. കുഞ്ഞ് കരച്ചിൽ നിർത്തി. അമ്മയുടെ മാറിൽ മുഖം പൂഴ്ത്തി. മായയുടെ കണ്ണുനീർ കുഞ്ഞിൻ്റെ കവിളിൽ വീണു. നിങ്ങളെന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഈ പാവം കുഞ്ഞിനെ മതി നിർത്ത്. രമ്യ അവളുടെ അടുത്തേക്ക് വന്നു. സിദ്ധാർത്ഥൻ വരുമ്പോൾ നീ ഇത് പരാതിയായി പറയുമെന്നറിയാം. പക്ഷെ ഓർത്തു വെച്ചോ, ഇനിയും അധികകാലം അവൻ നിന്റെ ഈ നാടകം വിശ്വസിക്കില്ല. ശേഖരൻ്റെ കൂടെ നീ പ്ലാൻ ചെയ്തതാണെന്ന് അവൻ തിരിച്ചറിയുന്ന ദിവസം ഇതിനേക്കാൾ മോശമായി നീ പുറത്താക്കപ്പെടും. മായ ഒന്നും മിണ്ടാതെ നിലയുമായി തൻ്റെ മുറിയിലേക്കോടി. മുറിയുടെ വാതിലടച്ചവൾ കട്ടിലിരുന്ന് തേങ്ങി. സിദ്ധാർത്ഥൻ മാറിക്കഴിഞ്ഞെന്ന് അവൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അവൻ്റെ കുടുംബം തന്നെ ഈ രീതിയിൽ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഈ കുഞ്ഞിന് തൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഏൽക്കേണ്ടി വരുമോ എന്ന് അവൾ പേടിച്ചു. വൈകുന്നേരം സിദ്ധാർത്ഥൻ എത്തിയപ്പോൾ വീട്ടിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ഷാജിയോടൊപ്പം സംസാരിച്ചുകൊണ്ട് കയറി വന്ന സിദ്ധാർത്ഥൻ ആദ്യം തിരിഞ്ഞത് മായയാണ്. പക്ഷെ അവൾ താഴെയെങ്ങും ഉണ്ടായിരുന്നില്ല. മായ എവിടെ അമ്മേ? അവൻ രാജേശ്വരിയോട് ചോദിച്ചു. അവൾ നിന്റെ ആ കൊച്ചിനെയും കൊണ്ട് എപ്പോഴും ആ മുറിക്കുള്ളിൽ തന്നെയല്ലേ? ഇങ്ങോട്ട് വരാൻ അവൾക്ക് വല്ലാത്ത മടിയാണ്. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന പേടിയാകാം, രാജേശ്വരി കള്ളം കലർത്തിയ ശബ്ദത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്തും മായ നിലയെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ മുഖം മങ്ങിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. മായ, അവൻ പതുക്കെ വിളിച്ചു.
അവൾ ഞെട്ടി എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി. സാർ വന്നോ? ചായ എടുക്കട്ടെ? സിദ്ധാർത്ഥൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. നീ എന്തിനാ കരഞ്ഞത്? താഴെ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നുമില്ല സാർ, എനിക്ക് വെറുതെ തോന്നിയതാണ്. പക്ഷെ സിദ്ധാർത്ഥൻ അത് വിശ്വസിച്ചില്ല. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഹാളിൽ രാജേശ്വരിയും രമ്യയും വർത്തമാനം പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥൻ അവരുടെ മുന്നിൽ പോയി നിന്നു. അവനൊന്നും ചോദിച്ചില്ല. പക്ഷെ അവൻ്റെ നോട്ടം അവരെ ഭയപ്പെടുത്തി. രമ്യേ, നീ ഇന്ന് മായയോട് എന്താണ് പറഞ്ഞത്? അവൻ്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. എന്നാൽ അതിലൊരു ഇടിമുഴക്കം ഒളിഞ്ഞിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥ. അവൾ വെറുതെ രമ്യ പരിങ്ങി. എനിക്കെല്ലാം അറിയാം. ഷാജി ഇവിടെ ഉണ്ടായിരുന്നു. അവനെല്ലാം എന്നോട് പറഞ്ഞു. സിദ്ധാർത്ഥൻ നുണ പറഞ്ഞതാണ്. പക്ഷെ അവൻ്റെ വാക്കുകളിൽ അവർ വീണുപോയി. മായ ഈ വീടിൻ്റെ മരുമകളാണ്. നില എൻ്റെ മകളാണ്. എൻ്റെ രക്തത്തെക്കുറിച്ച് ഇനിയും ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അതെൻ്റെ അമ്മയാണെങ്കിൽ പോലും ഈ വീട്ടിലുണ്ടാവില്ല. അവൻ കൈകൾ മുഷ്ടി ചുരുട്ടി മേശപ്പുറത്ത് ആഞ്ഞു തല്ലി. ചില്ലുകൾ ചിതറിത്തെറിച്ചു. രാജേശ്വരിയും രമ്യയും ഭയന്ന് വിറച്ചുപോയി. സിദ്ധാർത്ഥിൻ്റെ ആ രൂപം അവർ ആദ്യമായി കാണുകയായിരുന്നു. ഇനി ഒരിക്കൽ കൂടി മായ കരയുന്നത് ഞാൻ കണ്ടാൽ ഓർത്തുവെച്ചോ, നമ്മുടെ ബന്ധം അവിടെ അവസാനിക്കും. സിദ്ധാർത്ഥൻ തിരികെ മുറിയിലേക്ക് വന്നു. മായ പേടിയോടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കൈ പിടിച്ച് കട്ടിലിലിരുത്തി. ഇനി ആരും നിന്നെ ഒന്നും പറയില്ല മായ. നീ എന്തിനാ എല്ലാം സഹിച്ചു നിൽക്കുന്നത്? നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? മായ അവനെ നോക്കി. തനിക്ക് വേണ്ടി തൻ്റെ സ്വന്തം അമ്മയോടും സഹോദരിയോടും വഴക്കിടുന്ന ഈ മനുഷ്യനെ അവൾ അത്ഭുതത്തോടെ നോക്കി. ആ നിമിഷം അവളിലെ വെറുപ്പിൻ്റെ അവസാന അംശവും അലിഞ്ഞുപോയി. സാറിന് എന്നോട് ഇത്രയും സ്നേഹമുണ്ടോ? അവൾ പതുക്കെ ചോദിച്ചു. സിദ്ധാർത്ഥൻ അവളുടെ നെറ്റിയെ ചുംബിച്ചു. എൻ്റെ ജീവനാണ് നീയും നിലയും. ആ രാത്രിയിൽ ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കാനും കഴിയില്ല. പക്ഷെ നിന്റെ കണ്ണീർ ഇനി താഴെ വീഴാൻ ഞാൻ അനുവദിക്കില്ല. അതേ സിദ്ധാർത്ഥിൻ്റെ വാക്കാണ്. മായ അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യമായി അവൾ അവനെ ഒരു ഭർത്താവായി അംഗീകരിക്കുകയായിരുന്നു. ആ വലിയ തറവാട്ടിലെ ഇരുളുകൾക്കിടയിൽ പ്രണയത്തിൻ്റെ ഒരു നുറുങ്ങു വെട്ടം തെളിഞ്ഞു തുടങ്ങി. പക്ഷെ പുറത്ത് ശേഖരൻ ഇലക്ഷൻ കഴിഞ്ഞുള്ള തൻ്റെ പുതിയ കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു.